നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം: തലാമസ്, സെറിബ്രം, കോർപ്പസ്, മെനിഞ്ചസ്. തലാമസ് ആണ് ശരിയായ ഉത്തരം. കേരളത്തിൽ ഓറഞ്ച് കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലം: നെല്ലിയാമ്പതി, കുട്ടനാട്, ചിറ്റൂർ, മാട്ടുപ്പെട്ടി. നെല്ലിയാമ്പതിയാണ് ശരിയായ ഉത്തരം. കേരള ഗവൺമെൻറ് കരിമീൻ വർഷമായി ആചരിച്ചത്: 2012, 2014, 2010, 2018. 2018 കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏത്? പാലക്കാട്, വയനാട്, ആലപ്പുഴ, ഇടുക്കി. ഇടുക്കിയാണ് വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല. ഗോപുരനടയിൽ എന്ന നാടകം എഴുതിയതാര്? തകഴി, ചെറുശ്ശേരി, വള്ളത്തോൾ, MD വാസുദേവൻ നായർ. MD വാസുദേവൻ നായരാണ് ശരിയായ ഉത്തരം. ശ്രീനാരായണ ഗുരു സമാധിയായ വർഷം ഏത്? 1930, 1940, 1932, 1928. 1928 ശരിയായ ഉത്തരം. ഡയമണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം: മധ്യപ്രദേശ്, ആസാം, ഉത്തർപ്രദേശ്, ബീഹാർ. മധ്യപ്രദേശാണ് ശരിയായ ഉത്തരം. സമ്മതിദായകരുടെ ദേശീയ ദിനം എന്ന്? മാർച്ച് 10, ഡിസംബർ 5, ജനുവരി 25, ഏപ്രിൽ 14. ജനുവരി 25. വിറ്റാമിൻ D അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥം ഏത്? മൈദ, ഗോതമ്പ്, അരി, റവ. വിറ്റാമിൻ D അരിയിലാണ് വിറ്റാമിൻ D അടങ്ങിയിരിക്കുന്നത്. ചൈനീസ് പൊട്ടറ്റോ എന്നറിയപ്പെടുന്ന കാർഷിക വിളയുടെ പേര്? കൂർക്ക, ഉരുളക്കിഴങ്ങ്, ചേമ്പ്, ചേന. കൂർക്കയാണ് ശരിയായ ഉത്തരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം? പുനലൂർ, നീലഗിരി, അരൂർ, ആനമല. പുനലൂരാണ് ശരി. കേരള ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആര്? മഞ്ജു വാര്യർ, മഞ്ജു പിള്ള, ശ്രീവിദ്യ, ശ്രീലേഖ. മഞ്ജു വാര്യരാണ്. കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? കാരാപ്പുഴ, പൂക്കോട്, തിരുനെല്ലി, പുൽപ്പള്ളി. പുൽപ്പള്ളിയിലാണ്. ദാദാഭായ് നവറോജിയുടെ പേരിൽ പുരസ്കാരം ഏർപ്പെടുത്തിയ രാജ്യം? ഇന്ത്യ, ഇംഗ്ലണ്ട്, റഷ്യ, ബ്രിട്ടൻ. ബ്രിട്ടനാണ് ശരിയായ ഉത്തരം. ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ഉദ്ഘാടനം ചെയ്തത്? നരേന്ദ്രമോദി, MR കുമാർ, PA രാജൻ, മുഹമ്മദ് യൂനസ്. നരേന്ദ്രമോദിയാണ് ശരിയായ ഉത്തരം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഹരിയാന, കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത്. മഹാരാഷ്ട്രയാണ് ശരിയായ ഉത്തരം. ഇന്ത്യയിലെ ആദ്യ തേനീച്ച പാർക്ക് നിലവിൽ വന്ന സ്ഥലം? പുറക്കാട്, കായംകുളം, കരപ്പുറം, മാരാരിക്കുളം. മാരാരിക്കുളത്താണ്. ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതി? ഡൽഹി, ജമ്മു കാശ്മീർ, അലഹബാദ്, ത്രിപുര.
അലഹബാദാണ് ശരിയായ ഉത്തരം. റംസാൻ ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1971, 1972, 1990, 1997. 1971 ശരിയായ ഉത്തരം. ഇന്ത്യയിലെ ആദ്യത്തെ കാർട്ടൂൺ മ്യൂസിയം എവിടെ? കായംകുളം, കരുനാഗപ്പള്ളി, അമ്പലപ്പുഴ, പുറക്കാട്. കായംകുളമാണ് ശരിയായ ഉത്തരം. ലോക ഭക്ഷ്യദിനം എന്ന് ജനുവരി 16, ഒക്ടോബർ 16, ഡിസംബർ 16, നവംബർ 16. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത ആര്? അന്ന മരിയ, KC ഏലമ്മ, PT ഉഷ, KM ബീനാമോൾ. KC ഏലമ്മയാണ് ശരിയായ ഉത്തരം. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വ്യക്തി ആര്? ശ്രീനാരായണ ഗുരു, സ്വാതി തിരുനാൾ, അക്കിത്തം, വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളാണ്. കമ്പ്യൂട്ടറിന് പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ് ഏത്? മെമ്മറി, വേഡ്, ബൈറ്റ്, ബിറ്റ്. ബിറ്റാണ് ശരിയായ ഉത്തരം. അന്തരീക്ഷത്തിലെത്തുന്ന ഹരിതഗൃഹവാതകങ്ങളിൽ കൂടിയ അളവിൽ കാണപ്പെടുന്നത് ഏത്? കാർബൺ ഡയോക്സൈഡ്, സൾഫർ, ഓക്സിജൻ, ഹീലിയം. കാർബൺ ഡയോക്സൈഡാണ് ശരിയായ ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്ന കാർഷിക വിളകളിൽ നാണ്യവിള അല്ലാത്തത് ഏത്? കരിമ്പ്, ചോളം, കാപ്പി, പുകയില. ചോളം ഒരു നാണ്യവിള അല്ല. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യം ഏത്? UAE, ജപ്പാൻ, ഇറാൻ, ഇന്ത്യ. UAE ആണ് ശരിയായ ഉത്തരം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന സംസ്ഥാനം ഏത്? കേരളം, മേഘാലയ, ഉത്തർപ്രദേശ്, തമിഴ്നാട്. കേരളമാണ് ശരിയായ ഉത്തരം. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള വനം കണ്ടെത്തിയ രാജ്യം ഏത്? അയർലൻഡ്, ചൈന, ബ്രസീൽ, അമേരിക്ക. അമേരിക്കയിലാണ്. ഊട്ടിയെയും മസിനഗുഡിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ആര്യങ്കാവ് ചുരം, നാദുല ചുരം, താമരശ്ശേരി ചുരം, കല്ലട്ടി ചുരം. കല്ലട്ടി ചുരമാണ്. ഇന്ത്യയിലെ ആദ്യ ഫുഡ് മ്യൂസിയം എവിടെയാണ്? വിശാഖപട്ടണം, തഞ്ചാവൂർ, തിരുവനന്തപുരം, മൈസൂർ. ഫുഡ് മ്യൂസിയം തഞ്ചാവൂരിലാണ്. മലനാട് ഇല്ലാത്ത ജില്ല ഏത്? മലപ്പുറം, ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട. മലനാടില്ലാത്ത ജില്ല ആലപ്പുഴയാണ്. ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം ഏത്? കൊൽക്കത്ത, കൊച്ചി, പൂനെ, ഇൻഡോർ. ഇൻഡോറാണ് ശരിയായ ഉത്തരം. ലോകത്തെ ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള രാജ്യം ഏത്? അമേരിക്ക, ജപ്പാൻ, ചൈന, ഇന്ത്യ. അമേരിക്കയിലാണ്. ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമായി പ്രഖ്യാപിച്ച രാജ്യം ഏത്? ചിലി, കിർഗിസ്ഥാൻ, പെറു, നേപ്പാൾ. കിർഗിസ്ഥാനാണ്. ശീതൾ ദേവി ഏത് കായിക ഇനമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ്, ഷൂട്ടിംഗ്, ബോക്സിംഗ്, ആർച്ചറി. ആർച്ചറിയാണ് ശരിയായ ഉത്തരം.
റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ ശുദ്ധജലം ലഭ്യമാക്കുന്ന പദ്ധതിക്ക് പറയുന്ന പേര്? ഉണർവ്, സുജലം, ജീവജലം, ശുദ്ധജലം. സുജലമാണ് ശരിയായ ഉത്തരം. പറമ്പിക്കുളം വന്യജീവി സങ്കേതം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? പാലക്കാട്, എറണാകുളം, വയനാട്, ഇടുക്കി. പാലക്കാടിലാണ്. സംസ്ഥാനത്തിന് പുറത്തുള്ളവർ കൃഷിഭൂമി വാങ്ങുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത്? കർണാടക, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, തമിഴ്നാട്. ഉത്തരാഖണ്ഡാണ്. ലോക ബ്രൈലി ദിനം എന്ന്? ഡിസംബർ 4, ഏപ്രിൽ 4, ഫെബ്രുവരി 4, ജനുവരി 4. ജനുവരി 4 ശരിയായ ഉത്തരം. രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം? പൂനെ, ബാംഗ്ലൂർ, ഡൽഹി, കൊച്ചി. കൊച്ചിയാണ് ശരിയായ ഉത്തരം. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ബ്രഹ്മപുത്ര, കോസി, മഹാനദി, ദാമോദർ. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ദാമോദറാണ് ശരിയായ ഉത്തരം. പാതാളഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത്? പമ്പ, കാവേരി, കൃഷ്ണ, ബ്രഹ്മപുത്ര. പാതാളഗംഗ എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്രയാണ് പാതാളഗംഗ എന്നറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള കേരളത്തിലെ ജില്ല ഏത്? വയനാട്, മലപ്പുറം, തൃശ്ശൂർ, കോട്ടയം. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള കേരളത്തിലെ ജില്ലയാണ് തൃശ്ശൂർ. കേരളത്തിൻ്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്നത്? ആലപ്പുഴ, വയനാട്, ഇടുക്കി, പാലക്കാട്. കേരളത്തിൻ്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന ജില്ലയാണ് ആലപ്പുഴ. മുത്തങ്ങ വന്യജീവി സങ്കേതം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഇടുക്കി, മലപ്പുറം, വയനാട്, കോഴിക്കോട്. മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരം ഏത്? കൊൽക്കത്ത, ഡൽഹി, കൊച്ചി, കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരം കോഴിക്കോട് ജില്ലയിലായിരുന്നു. ടൂറിസം വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏത്? സിക്കിം, കർണാടക, ഗോവ, കേരളം. ടൂറിസം വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനമായിരുന്നു കേരളം. രാജ്യത്ത് ഏറ്റവും സുരക്ഷിതമായ നഗരം ഏത്? കോഴിക്കോട്, കൊൽക്കത്ത, ബാംഗ്ലൂർ, കൊച്ചി. നമ്മുടെ രാജ്യത്ത് ഏറ്റവും സുരക്ഷിതമായ നഗരം എന്ന് പറയപ്പെടുന്നത് കൊൽക്കത്തയാണ്. ക്ലോണിങ്ങിലൂടെ ആദ്യമായി എരുമക്കിടാവ് ജനിച്ച രാജ്യം ഏത്? ജപ്പാൻ, ഇന്ത്യ, അമേരിക്ക, സ്കോട്ട്ലാൻഡ്. ഇന്ത്യയിലായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? കാഞ്ചൻഗംഗ, മൗണ്ട് കെ2, നന്ദാദേവി, മൗണ്ട് എവറസ്റ്റ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കെ2. കേരള വന നിയമം നിലവിൽ വന്ന വർഷം? 1950, 1960, 1954, 1961. കേരള വന നിയമം നിലവിൽ വന്നത് 1961 സൈബർ നിയമങ്ങൾ നിലവിൽ വന്ന ആദ്യ ദക്ഷിണേന്ത്യൻ രാജ്യം ഏത്? നേപ്പാൾ, പാകിസ്ഥാൻ, ഇന്ത്യ, ശ്രീലങ്ക. സൈബർ നിയമങ്ങൾ നിലവിൽ വന്ന ആദ്യ ദക്ഷിണേന്ത്യൻ രാജ്യമായിരുന്നു ഇന്ത്യ. 2030 ഏഷ്യയിലെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയാകുന്ന രാജ്യം ഏത്? ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ജപ്പാൻ. ഇന്ത്യയായിരിക്കും. കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക വൃക്ഷം എന്നറിയപ്പെടുന്നത്? കവുങ്ങ്, ഈട്ടി, തേക്ക്,
കാഞ്ഞിരം. കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക വൃക്ഷം കാഞ്ഞിരമരമാണ്. ISROയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഡൽഹി, പൂനെ, കൊൽക്കത്ത, ബാംഗ്ലൂർ. ISROയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ്. ലോക മലേറിയ ദിനം എന്നാണ്? ഏപ്രിൽ 4, ഏപ്രിൽ 30, ഏപ്രിൽ 25, ഏപ്രിൽ 20. ലോക മലേറിയ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 25-നാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകളെ ക്ഷേത്ര പൂജാരികളായി നിയമിക്കുന്ന സംസ്ഥാനം ഏത്? മണിപ്പൂർ, സിക്കിം, കർണാടക, തമിഴ്നാട്. തമിഴ്നാട്ടിലായിരുന്നു. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ അമ്യൂസ്മെൻറ്റ് പാർക്ക് എവിടെയാണ്? എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കോഴിക്കോട്. കണ്ണൂരിലാണ്. കേരളത്തിൽ മിൽമയുടെ ആദ്യത്തെ റെസ്റ്റോറൻറ്റ് നിലവിൽ വരുന്ന ജില്ല? ഇടുക്കി, കാസർഗോഡ്, കോട്ടയം, തൃശ്ശൂർ. തൃശ്ശൂർ ജില്ലയിലായിരിക്കും. സ്കൂളുകളിൽ പർദ്ദ ധരിക്കുന്നത് വിലക്കിയ രാജ്യം ഏത്? ഇന്തോനേഷ്യ, സിംഗപ്പൂർ, ഇറ്റലി, ഫ്രാൻസ്. സ്കൂളുകളിൽ പർദ്ദ ധരിക്കുന്നത് വിലക്കിയ രാജ്യമായിരുന്നു ഫ്രാൻസ്. പൂർണ്ണമായും എഥനോളിൽ പ്രവർത്തിക്കുന്ന കാർ ആദ്യമായി പുറത്തിറക്കിയ രാജ്യം ഏത്? അമേരിക്ക, ചൈന, പാകിസ്ഥാൻ, ഇന്ത്യ. ഇന്ത്യയായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിത ആര്? ഇന്ദിരാഗാന്ധി, ആനി ബസന്റ്, സോണിയാഗാന്ധി, സരോജിനി നായിഡു. സോണിയാഗാന്ധിയാണ് ശരിയായ ഉത്തരം. ജന്മദിനത്തിൽ ബജറ്റ് അവതരിപ്പിച്ച ഏക ധനമന്ത്രി ആര്? സരോജിനി നായിഡു, ഷൺമുഖ ഷെഡ്ഡി, ജോൺ മത്തായി, മൊറാർജി ദേശായി. മൊറാർജി ദേശായി ആയിരുന്നു. നടയറ കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? പത്തനംതിട്ട, തൃശ്ശൂർ, തിരുവനന്തപുരം, എറണാകുളം. നടയറ കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല? നടയറ കായൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തുഞ്ചൻ സ്മാരകത്തിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ചെറുതുരുത്തി, അമ്പലപ്പുഴ, തോന്നയ്ക്കൽ, തിരൂർ. തുഞ്ചൻ സ്മാരകത്തിൻ്റെ ആസ്ഥാനം തിരൂരിലാണ്. അന്താരാഷ്ട്ര കടുവ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഫെബ്രുവരി 28, ജൂൺ 29, മാർച്ച് 18, ജൂലൈ 29. അന്താരാഷ്ട്ര കടുവ ദിനമായി ആചരിക്കുന്നത് ജൂൺ 29-നാണ്. ലിംഗമാറ്റവും ട്രാൻസ്ജെൻഡർ വിവാഹവും നിരോധിച്ച രാജ്യം ഏത്? ബ്രിട്ടൻ, ജപ്പാൻ, റഷ്യ, ചൈന. റഷ്യയായിരുന്നു. കാർഗിൽ വിജയ് ദിവസ് എന്നറിയപ്പെടുന്നത് എന്ന്? ജനുവരി 26, മെയ് 26, ജൂൺ 26, ജൂലൈ 26. കാർഗിൽ വിജയ് ദിവസ് എന്നറിയപ്പെടുന്നത് ജൂലൈ 26-നാണ്. 2013 ക്ലാസിക്കൽ പദവി നേടിയ ഭാഷ ഏത്? ഉറുദു, കന്നഡ, ഹിന്ദി, മലയാളം. 2013 ക്ലാസിക്കൽ പദവി നേടിയ ഭാഷ മലയാളമായിരുന്നു. 2020 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാര്? എം മുകുന്ദൻ, സേതു, ആനന്ദ്, സ്കറിയ. സ്കറിയായിരുന്നു. സ്ത്രീകൾക്ക് ആകർഷണം തോന്നുന്ന പുരുഷൻ്റെ പ്രധാന ഒരു സ്വഭാവം? സൗന്ദര്യം, പാവം, സത്യസന്ധത, വിശ്വാസത. ഇത് 4 ശരിയാണെങ്കിലും ഏറ്റവും കൂടുതൽ സത്യസന്ധതയാണ്.